പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് നാം ചിന്തിക്കുന്നത് ഹെബ്രായ ലേഖനം 9-ാം അധ്യായത്തിലെ 28-ാം തിരുലിഖിതമാണ്. വചനം പഠിപ്പിക്കുകയാണ്, അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ. ഹല്ലേലൂയ. അവൻ വീണ്ടും വരും, പാപപരിഹാർത്ഥമല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്നവരുടെ രക്ഷയ്ക്ക് വേണ്ടി തന്നെ. അതിനെക്കുറിച്ച് കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ 670-ാമത്തെ ഖണ്ഡികയിൽ നമ്മൾ വായിക്കുന്നത് ഇങ്ങനെയാണ്: സ്വർഗാരോഹണത്തോടെ ദൈവത്തിൻ്റെ പദ്ധതി അതിൻ്റെ പൂർത്തീകരണത്തിലേക്ക് പ്രവേശിച്ചു. നമ്മൾ അവസാന മണിക്കൂറിൽ എത്തിക്കഴിഞ്ഞു. യുഗങ്ങളുടെ അവസാനം നമ്മെ സമീപിച്ചിരിക്കുന്നു. ലോകത്തിൻ്റെ നവീകരണം പിൻവലിക്കാനാവാത്ത വിധം തുടങ്ങിക്കഴിഞ്ഞു. യഥാർത്ഥമായ ഒരു രീതിയിൽ അത് ഈ യുഗത്തിൽ തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഭ അതിനെക്കുറിച്ച് ഒരു വാക്കിൽ പഠിപ്പിക്കുന്നത് എങ്ങനെയാണ്: ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവിടുന്ന് വീണ്ടും വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇതെവിടെയാ സഭ ഏറ്റു പറയണത്? നമ്മുടെ വിശ്വാസ പ്രമാണത്തിലെ അതിപ്രധാനമായ ഒരു പ്രഖ്യാപനമാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ അവൻ വീണ്ടും വരും. യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വിശുദ്ധ ബൈബിളിലും സഭയുടെ ഔദ്യോഗിക പ്രബോധനങ്ങളിലും വളരെ ആഴത്തിൽ സഭ അത് പ്രഖ്യാപിക്കുന്നുണ്ട്, ലിഖിതങ്ങൾ വെളിപ്പെടുത്തുന്നുണ്ട്. ഹല്ലേലൂയ. യേശുവിൻ്റെ രണ്ടാം വരവ്. പ്രൈസ് ദി ലോർഡ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവൻ ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ വരുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് ഇന്ന് നാം ചിന്തിക്കുകയാണ്. He will come again in glory to judge the living and the dead, and his kingdom will have no end. നൈസേൻ ക്രീഡില് നിക്കിയ സൂനകദോസിന്റെ വിശ്വാസ പ്രമാണത്തില് നിക്കിയ സൂനകദോസ് സംശയരഹിതമായി പഠിപ്പിച്ചിരിക്കുകയാണ്: He will come again to judge the living and the dead, and his kingdom will have no end. അന്ത്യമില്ലാത്ത രാജ്യത്ത് നിത്യരാജാവായി വസിക്കുന്ന കർത്താവ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ തൻ്റെ മഹത്വത്തിൽ എഴുന്നള്ളി വരും. ഹല്ലേലൂയ. യെശയ്യായുടെ പുസ്തകത്തിൽ 66-ാം അധ്യായത്തിൽ 15-ാം തിരുലിഖിതം, കർത്താവ് അഗ്നിയിൽ എഴുന്നള്ളുന്നു. അതുതന്നെയാണ് തെസ്സലോനിക്ക ലേഖനത്തിൽ 2-ാം ലേഖനത്തിൽ 1-ാമത്തെ അധ്യായത്തിൽ 7-ാമത്തെ തിരുലിഖിതം. കർത്താവായ യേശു തൻ്റെ ശക്തന്മാരായ ദൂതന്മാരോട് കൂടെ അഗ്നിജ്വാലകളുടെ മധ്യേ സ്വർഗത്തിൽ നിന്ന് പ്രത്യക്ഷനാകും. സക്കറിയ പ്രവചനത്തിൽ 14-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ എഴുന്നള്ളി വരും. നിങ്ങളുടെ ദൈവമായ കർത്താവ് തൻ്റെ എല്ലാ പരിശുദ്ധന്മാരോടും കൂടെ എഴുന്നള്ളി വരും. യേശുവിൻ്റെ രണ്ടാം വരവിനെ കുറിച്ച് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും പ്രഖ്യാപനങ്ങളുണ്ട്. യെശയ്യാ പ്രവചനത്തിൽ 40-ാം അധ്യായത്തിൽ 5-ാമത്തെ തിരുലിഖിതം, കർത്താവിന്റെ മഹത്വം വെളിപ്പെടും, മർത്യരെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇത് അരുളി ചെയ്തിരിക്കുന്നത്. ഹല്ലേലൂയ. ഇതിനെക്കുറിച്ച് യേശു ക്രിസ്തുവിന്റെ ഉത്ഥാനത്തിന് ശേഷം വളരെ സ്പഷ്ടമായി സ്വർഗം പ്രഖ്യാപിക്കുന്നതിന് ഭാഗം അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായം അതിൽ 9 മുതൽ 11 വരെ തിരുലിഖിതങ്ങൾ. അതിന്റെ പശ്ചാത്തലം ഇതാണ്: ഈശോ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കപ്പെട്ടതിന് ശേഷം
ഈ ഭൂമിയിലുള്ള തന്റെ ദൗത്യമെല്ലാം കഴിഞ്ഞ് സ്വർഗാരോഹണം ചെയ്യാൻ വേണ്ടി ശ്ലീഹന്മാരെ ഒലിവ് മലയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. അങ്ങനെ ഒലിവ് മലയിൽ നിന്ന് ഈശോ സ്വർഗത്തിലേക്ക് തന്റെ പിതാവിന്റെ വലതുഭാഗത്തേക്ക് എടുക്കപ്പെട്ടു, ആരോഹണം ചെയ്യപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ മൂടിക്കളഞ്ഞു. അപ്പോൾ നമ്മുടെ ശ്ലീഹന്മാര് യേശു പോയ വഴിയെ മുകളിലോട്ട് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. മേഘം വന്ന് അവരുടെ ദൃഷ്ടിയിൽ നിന്ന് യേശുവിനെ മറച്ചു. ശ്ലീഹന്മാരുടെ അടുത്ത് നിന്ന് യേശു വേർപെട്ടു പോയി. അങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയിൽ ശ്ലീഹന്മാർ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വെള്ള വസ്ത്രധാരികളായ 2 പേര് ഇറങ്ങി വന്നു. 2 ദൂതന്മാർ ഇറങ്ങി വന്ന് അവര് ശ്ലീഹന്മാരോട് പറയുന്ന ഭാഗമാണ് അപ്പോസ്തല പ്രവർത്തനം 1-ാം അധ്യായത്തിൽ 11-ാം വാക്യം. അല്ലയോ ഗലീലിയരേ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട യേശു സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഞാനും നിങ്ങൾ ഏത് വിശ്വാസത്തിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, എത്രമാത്രം ബുദ്ധിയുള്ളവനാകട്ടെ ബുദ്ധിയില്ലാത്തവനാകട്ടെ, എത്രമാത്രം കഴിവുള്ളവനാകട്ടെ കഴിവില്ലാത്തവനാകട്ടെ, ഞാൻ നിങ്ങൾ ഏത് അവസ്ഥയിൽപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിലും, ഏത് രാജ്യത്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിലും, ഈ ഒരു മാറ്റമില്ലാത്ത സത്യത്തിന് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ നിങ്ങൾ സാക്ഷ്യം വഹിക്കേണ്ടി വരും. മരിച്ചാലും ജീവിച്ചാലും ഈ ഒരു മണിക്കൂറിൽ ഞാൻ നിങ്ങൾ ഉണ്ടായിരിക്കും. മരിച്ച് മണ്ണടഞ്ഞ വ്യക്തി ആയിക്കോട്ടെ, അന്ന് ജീവിച്ചിരിക്കുന്ന വ്യക്തി ആയിക്കോട്ടെ, യേശുവിന്റെ 2ാം വരവ് വരുമ്പോൾ മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരെല്ലാം ഈ ഒരു സംഭവത്തിന് സാക്ഷികളായി. മർത്യരെല്ലാവരും കൂടി, മരിച്ചവരും ജീവിച്ച എല്ലാവരും കൂടി വാനമേഘങ്ങളിൽ വലിയ മഹത്വത്തോടും എല്ലാ പരിശുദ്ധന്മാരോടും വന്റെ ശക്തരായ ദൂതന്മാരുടെ അകമ്പടിയോടെ അഗ്നിജ്വാലകളുടെ മധ്യേ വരുന്ന ഈ കർത്താവിനെ എതിരേൽക്കാൻ വേണ്ടി വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഉറക്കെ പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ക്രിസ്തു വീണ്ടും വരുമെന്ന് അനവധി തവണ വിശുദ്ധ ലേഖനത്തിൽ പഠിപ്പിക്കുന്നുണ്ട്. പരിശുദ്ധ സഭ ഡെയിലി അനവധി തവണ വിശ്വാസ പ്രമാണത്തിൽ ഈ വചന സത്യം ഉറക്കെ പറയുന്നു, പ്രഖ്യാപിക്കുന്നു. ദൈവവചന സത്യങ്ങൾ, അനവധി ദൈവവചന സത്യങ്ങൾ ഉൾച്ചേർത്ത് വച്ചിരിക്കുന്ന മഹാശക്തിയുള്ള മന്ത്രമാണ് വിശ്വാസ പ്രമാണം. അതുകൊണ്ടാണ് അത് ഒരു പ്രാവശ്യം ചെല്ലുമ്പോൾ തന്നെ സാത്താന്റെ നെറുകന്തല പിളർന്ന് കുടുംബങ്ങൾ വിടുതൽ പ്രാപിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഉറക്കെ പറ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വലിയ ശക്തിയുള്ള പ്രാർത്ഥനയാണ് വിശ്വാസ പ്രമാണം. വിശ്വാസ പ്രമാണത്തിൽ പ്രഖ്യാപിക്കപ്പെടുന്ന എല്ലാ കാര്യങ്ങളും യേശു ക്രിസ്തുവിനെ ചുറ്റിപ്പറ്റിയുള്ള വിശ്വാസ സത്യങ്ങളാണ്. അതിൽ പ്രധാനപ്പെട്ട ഒരു വിശ്വാസ സത്യമാണ് ജീവിച്ചിരിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കാൻ യേശു വീണ്ടും വരും എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ ഇതിനെക്കുറിച്ച് നമുക്ക് ഒരു പ്രതിപാദ്യം കാണാൻ സാധിക്കും. 13-ാം അധ്യായം 26-ാം തിരുലിഖിതത്തിൽ യേശു തന്നെയാണ് ഈ കാര്യത്തെക്കുറിച്ച് പഠിപ്പിക്കുന്നത്. ഇതിനു മുമ്പ് പറഞ്ഞതൊക്കെ ദേവദൂതന്മാർ പഠിപ്പിച്ചു, പ്രവാചകന്മാർ പഠിപ്പിച്ചു, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ ജ്ഞാനികൾ പഠിപ്പിച്ചു. ഇന്ന് യേശു തന്നെ നേരിട്ട് ഈ കാര്യത്തെക്കുറിച്ച് എന്താണ് പഠിപ്പിക്കുന്നതെന്ന് വിശുദ്ധ മാർക്കോസിന്റെ സുവിശേഷത്തിൽ 13-ാം അധ്യായത്തിൽ 26-ഉം 27-ഉം തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അവർ കാണും. നമുക്കെല്ലാവർക്കും, അത് യുക്തിവാദിയാകട്ടെ, നിരീശ്വര ചിന്തകനാകട്ടെ, അത് സെക്കുലറിസത്തിന്റെ ആളാകട്ടെ, ദൈവത്തെ അംഗീകരിക്കുന്നവൻ അംഗീകരിക്കാത്തവനാകട്ടെ, അമേരിക്കക്കാരനോ അട്ടപ്പാടിക്കാരനോ ഇന്ത്യക്കാരനോ ഓസ്ട്രേലിയക്കാരനോ ആരും ആകട്ടെ, എല്ലാവർക്കും ശരിക്കും മനസ്സിലാകുന്നതും കാണാവുന്ന വിധത്തിൽ യേശു കൊണ്ട് വരും. പ്രൈസ് ദി ലോർഡ്. അന്ന് അവിടെ ആ ബെത്ലഹേമിൽ ആ പുൽത്തൊഴുത്തിൽ പിറന്നപ്പം കണ്ടവർക്ക് ആർക്കും മനസ്സിലായില്ല ഇതാരാണെന്ന്. പ്രൈസ് ദി ലോർഡ്. യേശുവിനെ മനസ്സിലാക്കാൻ ഒരുപാട് പേർക്ക് അന്ന് കഴിഞ്ഞില്ല. കാരണം യേശു ഒരു ദാസനെ പോലെ എല്ലാവർക്കും തിരിച്ചറിയാൻ കഴിയാത്തവനായി വന്നു. ഹല്ലേലൂയ. എന്നാൽ യേശുവിന്റെ 2ാം വരവ് അങ്ങനെ ആയിരിക്കുകയില്ല. ബൈബിൾ പഠിപ്പിക്കുകയാണ്, എല്ലാവർക്കും കാണാൻ പറ്റും, എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന വിധം വലിയ അഗ്നിജ്വാലകളുടെ മധ്യേ ഈ ലോകത്തിന്റെ ഏത് ഭാഗത്ത് നോക്കിയാലും മരിച്ചവർക്കും ജീവിച്ചിരിക്കുന്നവർക്കും കാണാവുന്ന വിധം
അവൻ വരും. മർക്കോസിന്റെ സുവിശേഷം 13-ാം അധ്യായത്തിൽ 26-27 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആ പീഡനങ്ങൾക്ക് ശേഷം ദിവസങ്ങളിൽ സൂര്യൻ ഇരുണ്ടുപോകും, ചന്ദ്രൻ പ്രകാശം തരികയില്ല, നക്ഷത്രങ്ങൾ ആകാശത്ത് നിപതിക്കും, ആകാശശക്തി ഇളകുകയും ചെയ്യും. അപ്പോൾ മനുഷ്യപുത്രൻ വലിയ ശക്തിയോടും മഹത്വത്തോടും കൂടെ മേഘങ്ങളിൽ വരുന്നത് അവർ കാണും. അപ്പോൾ അവൻ തന്റെ ദൂതന്മാരയക്കും. അവർ ഭൂമിയുടെ അതിർത്തികൾ മുതൽ ആകാശത്തിന്റെ അതിർത്തികൾ വരെ 4 ദിക്കുകളിൽ നിന്ന് അവന്റെ പ്രിയന്മാരെ, അവന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവരെ ഒരുമിച്ച് കൂട്ടുകയും ചെയ്യും. അത്തിമരത്തിൽ നിന്ന് നിങ്ങൾ പാഠം പഠിക്കുവീൻ. അന്ന് മഹത്വത്തോടെ യേശു പ്രത്യക്ഷപ്പെടുമ്പോൾ ഭൂമിയുടെ എല്ലാ അതിർത്തികളിൽ നിന്ന് ജനങ്ങൾ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇന്നിവിടെ ഒരുമിച്ച് കൂട്ടപ്പെട്ടിരിക്കുന്ന പോലെ അല്ല അന്ന് ഒരുമിച്ച് കൂട്ടപ്പെടുന്നത്. ഇന്നിവിടെ കാരുണ്യത്തിന്റെയും സ്നേഹത്തിന്റെയും സൗഖ്യത്തിന്റെയും വലിയ ഇരമ്പലാണ് ഇവിടെ കേൾക്കുന്നത്. അത് എസെക്കിയേൽ പ്രവചനത്തിൽ 43-ാം അധ്യായം 2-ാം വാക്യം അന്വർത്ഥമാവുകയാണ്. ഇതാ കർത്താവിന്റെ ആഗമനത്തിന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇരമ്പൽ പോലെ. അവിടുത്തെ തേജസ് കൊണ്ട് ഭൂമി ഇതാ പ്രകാശിക്കുന്നു, അവിടുത്തെ തേജസ് കൊണ്ട് മനുഷ്യന്മാരിതാ പ്രകാശിക്കുന്നു, അവിടുത്തെ ശക്തി കൊണ്ട് രോഗികൾ സൗഖ്യം പ്രാപിക്കുന്നു, അത്ഭുതങ്ങൾ, വിടുതലുകൾ, പാപക്ഷമ, മാനസാന്തരങ്ങൾ, കാരുണ്യത്തിന്റെ അനുഭവങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ് നമ്മളെ. ഇന്ന് ഒരുമിച്ച് കൂടുമ്പോൾ ഇങ്ങനെയാണ് സംഭവിക്കുന്നത്. അന്ന് ഒരുമിച്ച് കൂടുമ്പോൾ സൗഖ്യമായിരിക്കില്ല സംഭവിക്കുക. അന്ന് ഒരുമിച്ച് കൂടുമ്പോൾ അന്ന് വലിയൊരു വിധി, അന്ത്യവിധി നടക്കുന്ന സമയമാണത്. പ്രൈസ് ദി ലോർഡ്. അതാണ് ഹെബ്രായർ 9:28 പറഞ്ഞത്, നമ്മുടെ കർത്താവ് അവൻ വീണ്ടും വരും. പാപപരിഹാരാർത്ഥമല്ല, പാപമോചനം തരാൻ വേണ്ടിയല്ല, തന്നെ ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന രക്ഷയ്ക്ക് വേണ്ടി. അന്ന് നീതിമാന്മാർ നിത്യരക്ഷയിലേക്കും തിന്മ പ്രവർത്തിച്ചിരുന്നവർ നിത്യനിന്ദയിലേക്കും നിത്യലജ്ജയിലേക്കും വേർതിരിക്കപ്പെടുന്ന ആ വലിയ അലമുറയുടെ കരച്ചിലിന്റെയും ആഹ്ലാദത്തിന്റെയും എല്ലാം ഇടകലർന്ന ആ ഒരു രംഗങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു സാഹചര്യമായിരിക്കും. നീതിമാന്മാരെല്ലാം ആഹ്ലാദത്തിലേക്ക് പ്രവേശിക്കും. കളയും വിളയും തമ്മിൽ വേർതിരിക്കപ്പെടുന്നത് പോലെ ഒരു വലിയ വ്യൂഹം ആളുകള്, ഒരു വലിയ പറ്റം ആളുകള് വേർതിരിക്കപ്പെടും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാം അധ്യായത്തിൽ 11-ാമത്തെ വാക്യത്തിൽ കാണുകയാണ്, കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും തെക്ക് നിന്നും വടക്ക് നിന്നും നിരവധി ആളുകൾ വന്ന് അബ്രാഹത്തോടും ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ രാജ്യത്തിൽ വിരുന്നിനിരിക്കും. എന്നാൽ രാജ്യത്തിന്റെ മക്കളാകട്ടെ പുറത്തുള്ള അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടും. അവിടെ വലിയ വിലാപവും പല്ലുകടിയുമായിരിക്കും. മുമ്പന്മാർ പലരും പിമ്പന്മാരും, പിമ്പന്മാർ പലരും മുമ്പന്മാരുമാകും. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭയത്തോടും വിറയലോടും കൂടെ ജീവിക്കണം. ഭയത്തോടും വിറയലോടും കൂടെ ഒരുപാട് വിശുദ്ധിയിൽ ശ്രദ്ധ വെച്ച് നമ്മൾ ജീവിക്കണം. കാരണം രാജ്യത്തിന്റെ മക്കളെന്ന് എനിക്ക് കുഴപ്പമൊന്നും വരില്ല എന്ന് ചിന്തിച്ച് ഇന്ന് പോകുന്നവരായിരിക്കും ഒരുപക്ഷെ ആദ്യം പോയി വലിയ അന്ധകാരത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നത്.